ഹായ് ഗായ്സ്, സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ സ്നേഹപൂർവ്വം ശ്യാമ എന്ന സീരിയലിൻ്റെ ഇന്നത്തെ റിവ്യൂ ആണ്. അങ്ങനെ ശ്യാമ യശോദയുടെ അടുത്ത് അങ്ങ് ചെല്ലുകയാണ്. എന്നിട്ട് അവരോട് പറയുന്നുണ്ട്, എൻ്റെ മകളുടെ മനസ്സിൽ ഏറ്റവും വലിയ രൂപം എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും അവളെ സ്നേഹിക്കുന്നതിൻ്റെ ഒരംശം മതി എനിക്കും. ഞാനും അവളെ സ്നേഹിക്കാം, നമുക്ക് ഒരുമിച്ച് അവളെ അങ്ങ് സ്നേഹിക്കാം എന്നൊക്കെ ശ്യാമ പറയുന്നത് കേട്ടിട്ട് ഈ അച്ഛനും അമ്മയ്ക്കും ഭയങ്കരമായിട്ട് സന്തോഷമാവുകയാണ്. അവരുടെ മകൾ അവരുടെ അടുത്ത് നിന്ന് അങ്ങ് കൊണ്ടുപോകുന്നില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം അവർക്ക് നന്നായിട്ട് വരികയാണ്. അത് ശ്യാമയുടെ ആ ഒരു സംസാരം കേട്ടിട്ട് അപ്പം ദേവന് മകളെ അങ്ങ് അടുത്തേക്ക് വിളിക്കുകയാണ്. രാധിക ഇങ്ങോട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ അങ്ങ് വാരി പുണരുന്നുണ്ട്. അവളെ അങ്ങ് കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് അവളോട് പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് സന്തോഷമായില്ലേ? എൻ്റെ മകൾ എന്നും ദുഃഖങ്ങളൊക്കെ വന്നിട്ട് എന്നോട് വന്ന് കരഞ്ഞ് പറയുന്ന സമയത്തൊക്കെ ഞാൻ അവളോട് പറയും, നിൻ്റെ തലയിലൊരു ഭാഗ്യത്തിൻ്റെ വര തെളിഞ്ഞ് കിടപ്പുണ്ട്, അതൊരിക്കലും തെളിഞ്ഞു വരും എന്ന് ഞാൻ എന്നോട് എപ്പോഴും പറയാറുണ്ടായിരുന്നില്ലേ? ഇപ്പോൾ അത് തെളിഞ്ഞ് വന്നില്ലേ? സ്വന്തം അമ്മ അങ്ങ് തിരിച്ചു വന്നില്ലേ എന്നൊക്കെ രാധികനോട് അങ്ങ് പറയാണ്. അപ്പോൾ രാധിക ഭയങ്കരമായിട്ട് സന്തോഷിച്ച് അതേ എന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുന്നുണ്ട്. അപ്പം യശോദ പറയുന്നുണ്ട്, ദേവട്ടൻ പറയുന്നത് കേട്ടില്ലേ? ഈ ശ്യാമ പറയുന്നത് കേട്ടില്ലേ? നമ്മളോട് അടുത്തുനിന്ന് അവൾ കൊണ്ടുപോകുന്നില്ല, നമ്മളോട് എടുത്ത് വളർത്താനാണ് പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ശ്യാമനോട് യശോദ പറയുന്നുണ്ട്, ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടായിരുന്നു, ഇവളുടെ യഥാർത്ഥ കുടുംബം, ഇവളുടെ യഥാർത്ഥ അമ്മ അങ്ങ് തിരിച്ചു വന്നിട്ട് അവളെ അങ്ങ് തിരിച്ചു ചോദിച്ചാലോ എന്നുള്ള ആ ഒരു പേടി എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. എങ്ങനെ അവളെ വിട്ടുകൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ടായിരുന്നു. പക്ഷേ ശ്യാമ പറഞ്ഞത്, ഞങ്ങളെ അവളെ അടുത്തുനിന്ന് എടുത്തു കൊണ്ട് പോകുന്നില്ല, വിട്ടുകൊടുക്കേണ്ട, വളർത്താനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇപ്പോഴാണ് ഒന്ന് പൂർണ്ണമായത്, അത് പൂർണ്ണമാക്കി തന്നത് തന്നെ നിങ്ങളാണ് എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമ അവരോടും പറയുകയാണ്. കാരണം അവരുടെ മകളെ അങ്ങ് തിരിച്ച് കിട്ടിയിരിക്കുകയാണ്. ആ ഒരു സന്തോഷം ശ്യാമക്ക് നന്നായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ രാധിക പറയുന്നുണ്ട്, അമ്മ വാ, അമ്മക്ക് ഞാനൊരു ഇടം കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ആ ഒരു പൂജാമുറിയിലേക്ക് അങ്ങ് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ യശോദ ചോദിക്കുന്നുണ്ട്, അല്ല ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ കഴിക്കുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ശ്യാമ പറയുന്നുണ്ട്, അത് ഞാൻ പിന്നെ കഴിക്കാതെ എൻ്റെ മകൾ വളർന്ന എൻ്റെ മകൾ കഴിച്ച ഭക്ഷണമാണ് ഇവിടെ ഉള്ളത്, അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല ഘനമായിട്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ശ്യാമ യശോദനോട് പറയാണ്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങ് കിച്ചണിലേക്ക് പോവാണ്. രാധിക അമ്മനെയും കൊണ്ട് അവളുടെ ആ പൂജാമുറിയിലേക്ക് അങ്ങ് കയറുകയാണ്. ആ പൂജാമുറി ചെന്നിട്ട് അവളോട് അവൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ഭഗവാന്റെ മുന്നിലുള്ള ഈ ഒരു തറ, ഇവിടെ ഇരുന്നിട്ടാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ വന്നാൽ ഇവിടെ വന്നിട്ടാണ് ഞാൻ അമ്മനെ കുറിച്ചുള്ള ഓർമ്മകളൊക്കെ വരുമ്പോൾ ഇവിടെ വന്നാണ് ഞാൻ കരയാറുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് രാത്രികൾ അനാഥ എന്നുള്ള ആ ഒരു വാക്ക് കേട്ട് സങ്കടപ്പെട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കരയാറുണ്ടായിരുന്നു, ഞാൻ നേരം വെളുപ്പിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവളുടെ ആ ഒരു ദുഃഖങ്ങളെല്ലാം അവൾ ഷെയർ ചെയ്തിരുന്ന ആ ഒരു ഇടമാണ് ഇത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ശ്യാമക്ക് അങ്ങ് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ശ്യാമക്ക് ഭയങ്കരമായിട്ട് ദുഃഖം വരുന്നുണ്ട്. അവളുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഫീലിംഗ് ഒക്കെ ശ്യാമക്ക് അവിടെ നിന്ന് അങ്ങ് വരികയാണ്. അപ്പോൾ ശ്യാമം പറയുന്നുണ്ട്, എനിക്കും എൻ്റെ മകളെക്കുറിച്ചുള്ള ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ ഞാനും ഭഗവാൻ കൃഷ്ണനോടായിരുന്നു പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, ഞാനും ഇതിന് മുന്നിൽ തന്നെ ഇരുന്ന് അങ്ങ് കരയാറുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ദേവൻ അങ്ങോട്ട് വരുന്നത്. അവൻ ദേവൻ പറയുന്നുണ്ട്, എൻ്റെ മകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വന്നാൽ അവൾ ആദ്യം വന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ ഇവൾ അനാഥ ആണ് എന്നുള്ള ആ ഒരു കാര്യം ഇവളോട് ആദ്യം പറഞ്ഞത് എൻ്റെ അമ്മയാണ്. അപ്പോൾ എൻ്റെ അമ്മ അവളോട് പറഞ്ഞ സമയത്ത് ഇവൾ ഞങ്ങളോട് രണ്ടുപേരോടും വന്ന് ചോദിക്കാറൊക്കെ ഉണ്ടായിരുന്നു, അവൾ അനാഥയാണോ എന്നൊക്കെ. പക്ഷേ ഞങ്ങളുടെ ചില സമയത്തെ മൗനങ്ങളൊക്കെ കാരണം അവൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി. അവൾ ആദ്യമായിട്ട് അവൾ അനാഥ എന്ന് പറഞ്ഞ് കരഞ്ഞ സമയത്ത് അവൾ നേരെ ഈ റൂമിൽ വന്നിട്ട് ഇവിടെ നിന്ന് തല തല്ലി പൊട്ടിക്കുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. അവളുടെ എന്ത് ദുഃഖങ്ങൾ വന്നാലും അവൾ ഇവിടെ ആയിരുന്നു ഷെയർ ചെയ്യാറുണ്ടായിരുന്നത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ശ്യാമയും പറയുന്നുണ്ട്, ഞാനും ഈ കൃഷ്ണൻ്റെ മുന്നിൽ തന്നെയാണ് എൻ്റെ ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നത് എന്നൊക്കെ അങ്ങ് പറയാണ്. അപ്പം ദൈവം പറയുന്നുണ്ട്, ഓ എന്തൊരു മനപ്പുറത്താണ് രണ്ടുപേർക്കും, രണ്ടുപേരുടെയും ഈ ദൈവഭക്തി ഒരുപോലെ തന്നെ, രൂപവും ശബ്ദവും മാത്രമല്ല എന്നൊക്കെ ഇങ്ങനെ ദേവൻ അങ്ങ് പറയാണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാവുന്നൊക്കെ ഉണ്ട്. പിന്നെ ശരത്ത് സുകുമാരമുത്തശ്ശിനെ ജയിലിലേക്ക് അങ്ങ് കാണാൻ വരികയാണ്. അപ്പോൾ കാണാൻ വരുന്ന സമയത്ത് സുകുമാരമുത്തശ്ശി അവനോട് ചോദിക്കുന്നുണ്ട്, അല്ലടാ നീ ആ വക്കീലിനെ പിടിച്ചൊന്ന് കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെ ഞാൻ ആ വക്കീലിനെ കാണാൻ പോയിരുന്നു, പക്ഷേ ആ വക്കീൽ പറഞ്ഞത് അയാൾ പണം എണ്ണി വാങ്ങിയത് ഡിവോഴ്സ് കേസിനാണ്, അല്ലാതെ ലഹരി മരുന്ന് പിടിച്ചതിന് ജയിലിൽ കിടക്കുന്നതിനല്ല, അതുകൊണ്ട് അയാൾ ഈ കേസ് വാദിക്കില്ല എന്നാണ് പറഞ്ഞത് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ സുകുമാരമുത്തശ്ശിക്ക് അങ്ങ് കലി കയറുകയാണ്. ദുഷ്ടൻ ഈ പണം എണ്ണി വാങ്ങിയിട്ട് അയാൾ കാല് മാറി, ഒരാവശ്യം വന്നപ്പോൾ അയാൾ അവളുടെ കാല് മാറിയിരിക്കുകയാണ്. അയാൾ ഒരു കാലത്തും നന്നാവില്ല, അയാൾ
നശിച്ചു പോകത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ അങ്ങ് ബ്രാഗാണ് അവർ. അപ്പോൾ ഈ ശരത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ ബ്രാഗിയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ഇവൻ അങ്ങ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സുകുമാര മുത്തശ്ശി അവനോട് പറയുന്നുണ്ട്, എടാ നിനക്കറിയാം ഞങ്ങളുടെ ഈ സെല്ലിൽ 3 സ്ത്രീകൾ വേറെയുണ്ട്, വാ തുറന്ന അവർ തല്ലാണ് എന്നൊക്കെ ഇങ്ങനെ അവനോട് അങ്ങ് പറയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ആ വാ തുറക്കുന്നത് അതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പറയാനായിരിക്കും എന്നൊക്കെ സുകുമാര മുത്തശ്ശിനോട് അങ്ങ് തിരിച്ച് പറയാണ്. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, സുകുമാര മുത്തശ്ശി രാധികനോട് ചെയ്ത ആ ക്രൂരതകൾ മുഴുവൻ ഞാൻ അറിഞ്ഞ്. അപ്പോൾ ഇത്രമാത്രം ക്രൂരത നിങ്ങൾ ആ പെൺകുട്ടിനോട് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അതിനുള്ള ശിക്ഷ കിട്ടിയതായിരിക്കും ഇത് എന്നൊക്കെ അങ്ങനെ അവരോട് അങ്ങ് പറയണേ. ഇത് കേൾക്കുമ്പോൾ പിന്നെ സുകുമാര മുത്തശ്ശിക്ക് അങ്ങ് കലി കയറുകയാണ്. അത് ശരത്തിൻ്റെ അടുത്തുനിന്ന് ഇതുപോലെ ഒരു ഉപദേശം അങ്ങ് കേൾക്കുമ്പോൾ പിന്നെ സുകുമാര മുത്തശ്ശിക്ക് അങ്ങ് പിടിച്ച് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ സുകുമാര മുത്തശ്ശി അവനോട് അങ്ങ് കാര്യത്ത് സംസാരിക്കുന്നുണ്ട്. അയ്യടാ, ഉപദേശിക്കാൻ വന്നിരിക്കുന്ന ഒരാൾ ഞങ്ങളുടെ അടുത്തുനിന്ന് 3 കോടി മുങ്ങിയ ആളാണ് ഞങ്ങളെ ഉപദേശിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇവനോട് അങ്ങ് ഷൗട്ട് ചെയ്ത് പറയുന്നുണ്ട്. എന്നിട്ട് സുകുമാര മുത്തശ്ശി പറയാണ്, ഞാനും എൻ്റെ പ്രിയങ്ക മോളും ഈ ജയിലിൽ നിന്നൊന്ന് ഇറങ്ങട്ടെ, എന്നിട്ട് ഞങ്ങളോട് ചെയ്തവരോടുള്ള എല്ലാവരോടും ഞങ്ങൾ അങ്ങ് പക വീട്ടാൻ നിൽക്കുന്നുണ്ട്. പിന്നെ നീ നിൻ്റെ ആ സിനിമാക്കാരനില്ലേ ഞങ്ങളെ ഈ ജയിലിൽ അടപ്പിച്ചേ, അവനോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്, ഞങ്ങൾ വന്നിട്ട് തിരിച്ച് നല്ലൊരു പണി തരുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ ഈ സുകുമാര മുത്തശ്ശി എല്ലാവരെയും പകരം വീട്ടും എന്നുള്ള ആ മട്ടിൽ അങ്ങ് സംസാരിക്കണം. അവ ശരത്തിനെ അതൊന്ന് കേട്ടിട്ട് അങ്ങ് അത്ര പിടിക്കുന്നില്ല. അവ ശരത്ത് പറയുന്നുണ്ട്, ഒന്ന് നിർത്തുന്നുണ്ടോ, ഞാൻ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്നൊക്കെ വിചാരിച്ച് വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ ഇവൻ അങ്ങ് പറയാണ്. അത് കേൾക്കുമ്പോൾ പിന്നെ സുകുമാര മുത്തശ്ശി അറിയുന്നുണ്ട്, എന്നാടാ നീ ഞങ്ങളെ രക്ഷിക്കണ്ടടാ, നീ പൊയ്ക്കോടാ, നീ ഞങ്ങളെ രക്ഷിക്കൊന്നും വേണ്ട, ഞാനും കൊച്ചുമോളും എന്തായാലും നിന്നെ കണ്ടിട്ടൊന്നും അല്ല ജീവിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് നീ പോയിക്കോ, നിൻ്റെ ഒരു സഹായം ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് ആട്ടി പായിച്ച് വിടുകയാണ്. എന്നിട്ട് ഇവർ തിരിച്ചു പോകുന്നതിൻ്റെ മുന്നേ അവൻ്റെ അടുത്ത് അങ്ങ് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരോടും കണക്ക് ചോദിക്കുന്ന ആ സമയത്ത് നിന്നോട് ഞങ്ങൾ അങ്ങ് ചോദിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുകുമാര മുത്തശ്ശി അങ്ങ് അകത്തേക്ക് അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഈ ശരത്ത് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് പറയുന്നുണ്ട്, ഈ തള്ള നന്നാവത്തില്ല, ഈ തള്ള ഒരിക്കലും നന്നാവത്തില്ല എന്നൊക്കെ അങ്ങനെ ശരത്ത് പറയുന്നുണ്ട്. അങ്ങനെ ശരത്തും വിചാരിക്കുകയാണ് ഇവരോടൊന്നും ഇങ്ങനെ സഹായിച്ചിട്ടൊരു കാര്യമില്ല എന്നൊക്കെ വേണമെങ്കിൽ ശരത്തും ചിന്തിച്ചിട്ടുണ്ടാവും. ഈ ഒരു ക്യാരക്ടർ വെച്ചിട്ട് അവർക്ക് ഇനിയും തല്ല് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും ഇയാൾ ചെയ്തു വെക്കൂ എന്നുള്ള ഒരു നല്ല ധാരണ ശരത്തിനും കിട്ടുകയാണ്. പിന്നെ ആറ്റുവാശ്ശേരിയിൽ നമ്മുടെ യശോദാമ്മ ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കി എല്ലാവരും അങ്ങ് കഴിക്കാൻ വിളിക്കുന്നു. അപ്പോൾ 2 അമ്മമാരുടെ ഇടയിലാണ് നമ്മുടെ രാധിക ഇരിക്കുന്നത്. അപ്പോൾ അവൾ ഇരിക്കുന്ന സമയത്ത് അവൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ എൻ്റെ 2 അമ്മമാരുടെ അടുത്താണ് ഇരിക്കുന്നത്, എൻ്റെ സ്വന്തം അമ്മയും എന്നെ വളർത്തി വലുതാക്കിയൊരമ്മയും, അതുകൊണ്ട് 2 പേരുടെ അടുത്തു നിന്നാണ് ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, 2 പേരും എന്നെ ഊട്ടിക്കോളൂ എന്നൊക്കെ ഇങ്ങനെ അവളങ്ങ് പറയാണ്. അപ്പോൾ ഇവർക്ക് 2 പേർക്കും അങ്ങ് സന്തോഷമാണ്. അപ്പോൾ ഇവർ 2 പേരും അവരുടെ പാത്രത്തിൽ നിന്ന് അങ്ങ് ചോറെടുത്തിട്ട് അവളുടെ വായിലേക്ക് ഒരുമിച്ച് അങ്ങ് വെച്ച് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ 2 പേരും ഒരുമിച്ച് അങ്ങ് കൈ അങ്ങ് നീട്ടുന്ന സമയത്ത് രാധിക ആകെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. കാരണം ആരുടെ കയ്യിൽ നിന്നാണ് ഇനി ഭക്ഷണം വാരി കഴിക്കേണ്ടത് എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ യശോദാമ്മക്കാണെങ്കിൽ ഭയങ്കര സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം ഇവളുടെ മുന്നിലുള്ളത് ഇപ്പോൾ അവളുടെ സ്വന്തം അമ്മയാണ്, ഞാൻ വളർത്തമ്മയാണല്ലോ, അപ്പോൾ ഇവൾ എന്നെ പരിഗണിക്കില്ല എന്നുള്ള പേടി നന്നായിട്ട് യശോദാമ്മക്കുണ്ട്. അപ്പോൾ രാധിക പറയുന്നുണ്ട് ശ്യാമനോട്, എന്നെ ഇതുവരെ ഭക്ഷണം കഴിപ്പിച്ചത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് ഭക്ഷണം വാരി തന്നത് ഈ അമ്മയാണ്, അതുകൊണ്ട് ഞാൻ ഈ അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ ആദ്യത്തെ ഭക്ഷണം കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞിട്ട് യശോദാമ്മയുടെ ആ ഭക്ഷണം അങ്ങ് കഴിക്കണം. അത് കണ്ടിട്ട് യശോദാമ്മക്ക് ഭയങ്കരമായിട്ട് സന്തോഷവും കരച്ചിലും ഒക്കെ വരികയാണ്. കാരണം യശോദാമ്മ ഇത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. അവളുടെ മുന്നിൽ സ്വന്തം അമ്മയാണ് ഇരിക്കുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അവളുടെ സ്വന്തം അമ്മയുടെ അടുത്ത് നിന്ന് തന്നെ ആയിരിക്കും അവൾ ആ ഭക്ഷണം കഴിക്കുന്നത് എന്നൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് യശോദാമ്മ ഇരിക്കുന്നത്. പക്ഷേ അതിനൊക്കെ വ്യത്യസ്തമായിട്ടാണ് ആ രാധിക അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ അവരുടെ കണ്ണങ്ങ് നിറയുന്നുണ്ട്. അപ്പോൾ ശ്യാമയും പറയുന്നുണ്ട്, എൻ്റെ മകൾ ചെയ്തതാണ് യഥാർത്ഥത്തിൽ ശരിയായ കാര്യം, കാരണം അവളുടെ സ്വന്തം അമ്മ എന്ന് പറയുന്നത് ഞാനാണെങ്കിലും ഇത്രയും വളർത്തി വലുതാക്കിയത് യശോദാമ്മ ആയതുകൊണ്ട് തന്നെ അവരുടെ അടുത്തു നിന്നാണ് അവർക്ക് ആദ്യമായിട്ട് ഭക്ഷണം കൊടുത്തതും, അതുകൊണ്ട് അവർക്കാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നൊക്കെ ശ്യാമി അങ്ങ് സമ്മതിക്കാണ്. അപ്പം യശോദ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോൾ യശോദ പറയുന്നുണ്ട്, ദേവേട്ടൻ കണ്ടില്ലേ അവൾ ചെയ്തത്, അവൾ എൻ്റെ അടുത്തു നിന്നാണ് ഭക്ഷണം കഴിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് ഇങ്ങനെ സന്തോഷിക്കുകയാണ്. പിന്നീട് അവൾ ആ 2ാമത്തെ ഉരുള ശ്യാമയുടെ അടുത്തു നിന്ന് അങ്ങ് വാങ്ങി കഴിക്കുകയാണ്. അവൾ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അവൾ ശ്യാമനോട് ഇങ്ങനെ പറയുന്നുണ്ട്, അമ്മേ, എന്നെ ഇതുവരെ വളർത്തിയതൊക്കെ എൻ്റെ ഈ അച്ഛനാണ്, എൻ്റെ അച്ഛനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നെ വളർത്താൻ വേണ്ടിയിട്ട്. മുത്തശ്ശി ഒരുപാട് തവണ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് തവണ എന്നെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വാതിലടക്കാനൊക്കെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് എല്ലാം അച്ഛന് എൻ്റെ കൂടെ തന്നെ നിൽക്കുമായിരുന്നു. എൻ്റെ മകളെ ഇവിടെ നിന്ന് ഇറക്കി വിടുന്ന സമയത്ത് ഞാനും എൻ്റെ മകളുടെ കൂടെ അങ്ങ് ഇറങ്ങിപ്പോകും എന്ന് എൻ്റെ അച്ഛൻ പറയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയത്, അല്ലെങ്കിൽ ഒരിക്കലും അമ്മ എന്നെ ഇങ്ങനെ ജീവനോടെ ഇപ്പോൾ കാണില്ലായിരുന്നു, എന്നോ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ഈ ശ്യാമനോട് പറയുമ്പോൾ ശ്യാമക്ക് അവരോട് ഭയങ്കരമായിട്ട് നന്ദി തോന്നുകയാണ്. എന്നിട്ട് അവൾ നേരെ ആ അച്ഛൻ്റെ അടുത്ത് നിന്ന് പോയിട്ട് അവരുടെ അടുത്തുനിന്ന് ഒരു ഉരുള വായിലിട്ട് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ അവളെ ആ ഒരു അച്ഛൻ്റെ അമ്മയുടെ പിന്നെ ആ ഒരു സ്വന്തം അമ്മയുടെ ഒക്കെ ഒരു സ്നേഹത്തിൽ അങ്ങ് ഭക്ഷണം ആദ്യമായിട്ട് അങ്ങ് കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ
ഗൗതം ബെഞ്ചമിൻ അങ്ങ് കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ബെഞ്ചമിൻ ഒരു കാറിൽ അങ്ങ് വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ഇവരോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എന്താ ബെഞ്ചമിൻ, ഒരുപാട് കാലമായല്ലോ കണ്ടിട്ട്, പിന്നെ നിൻ്റെ ഫോണിലേക്ക് അങ്ങ് വിളിച്ചിട്ടൊന്നും എടുക്കുന്നുമില്ലല്ലോ, നീ എവിടെയായിരുന്നു എന്നൊക്കെ അങ്ങനെ ചോദിക്കുകയാണ്. അവൻ ബെഞ്ചമിൻ പറയുന്നുണ്ട്, ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയൊരു പേഴ്സണൽ പ്രോബ്ലംസൊക്കെ വന്ന് എനിക്കൊരു യാത്ര ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഫോണൊന്നും എടുക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫോൺ എടുക്കാതിരുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അല്ല അപ്പോൾ കാര്യങ്ങളൊക്കെ എന്തായി എന്നൊക്കെ ഇങ്ങനെ ഗൗതം അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഈ വലിയ വലിയ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പരമേശ്വരൻ നേരിട്ട് അങ്ങ് ഇറങ്ങിയിരിക്കല്ലേ, അപ്പം മോൻ്റെയും പരമേശ്വരൻ്റെ ഇടയിലൊക്കെ സഹായിയായിട്ട് എനിക്ക് നിന്നല്ലേ പറ്റൂ എന്നൊക്കെ ഇങ്ങനെ ഇവൻ പറയാണ്. ഗൗതം ആ സമയത്ത് അവനോട് തിരിച്ച് പറയുന്നുണ്ട്, വല്യച്ഛൻ എന്തെങ്കിലും ഒരു പ്രശ്നത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞാൽ അത് തീർത്ത് കഴിഞ്ഞിട്ട് ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ടേ വല്യച്ഛൻ അങ്ങ് നിർത്തത്തുള്ളൂ. പിന്നെ ഈ വല്യച്ഛനെ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഈ സിംഹക്കൂട്ടിൽ നിന്ന് സിംഹം പുറത്തിറങ്ങുന്ന പോലെയാണ്. എല്ലാ പ്രശ്നങ്ങളും അങ്ങ് പരിഹരിച്ചിട്ടേ ഈ വല്യച്ഛൻ നിർത്തത്തുള്ളൂ. എനിക്ക് നന്നായിട്ട് വല്യച്ഛനെ അറിയാം, വല്യച്ഛൻ്റെ മകനെ എന്നൊക്കെ ഇങ്ങനെ ഇവൻ ഇങ്ങനെ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർ കണ്ടെത്തി അത് പരിഹരിച്ചു എന്ന് വിചാരിച്ച് അവരവരുടെ ഒരു കൊമ്പ് ഒടിഞ്ഞതേ കണ്ടിട്ടുള്ളൂ, മറ്റൊരു കൊമ്പ് ഒടിയാൻ നിൽക്കുന്നതും അവരുടെ വേരുകളൊക്കെ അങ്ങ് പിഴുതെറിയാൻ നിൽക്കുന്നതൊന്നും അവർ കാണത്തില്ല എന്നൊക്കെ ഇങ്ങനെ ഈ ബെഞ്ചമിൻ ഈ ഗൗതമനോട് അങ്ങ് അവനൊരു വിശ്വാസം വരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ചതെന്ന് പറയുന്നത് ഈ കണിമംഗലം ഗ്രൂപ്പ് നിങ്ങളുടെ കയ്യിൽ അങ്ങ് തരിക എന്നതാണ്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ ചെയ്തിരിക്കും എന്നൊക്കെ ഇങ്ങനെ ബെഞ്ചമിൻ പറയുന്നുണ്ട്. എന്നിട്ട് ഇവൻ പറയുന്നുണ്ട്, പിന്നെ നിൻ്റെ അച്ഛൻ ഇറങ്ങുന്ന കാര്യം, നിൻ്റെ അച്ഛനെ ഈ ജയിലിൽ നിന്ന് ഇറക്കാൻ വേണ്ടിയിട്ട് വേറെ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുന്നുണ്ട്. അവൾ എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ അവൾ അത് പെർഫെക്റ്റ് ആയിട്ട് അങ്ങ് ചെയ്ത് തീർക്കുന്ന ഒരു കൂട്ടത്തിലുള്ളതാണ്. അവൾ എൻ്റെ പെങ്ങളായതുകൊണ്ട് പറയുന്നതല്ല, അവൾക്ക് കുറച്ച് മായാജാലങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു കഴിവുള്ളത് ആ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യത്തിലും പേടിക്കണ്ട. അവൾ ഇത്രയും ഒരു ക്രൂരതകളൊക്കെ കൊണ്ട് നടക്കുന്ന എൻ്റെ മൈൻഡിനെ വരെ അവൾ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ നിങ്ങൾ പേടിക്കുകയേ വേണ്ട, അവൾ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തോളും എന്നൊക്കെ ഇങ്ങനെ ഈ ഗൗതമനോട് അങ്ങ് പറയാണ്. എന്നിട്ട് ഗൗതമനോട് ഇവൻ ചോദിക്കുന്നുണ്ട്, അല്ല ഇനി എൻ്റെ അടുത്ത പ്ലാനുകളൊക്കെ എന്താണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നുണ്ട്, എന്ത് പ്ലാന്, എനിക്ക് ആകെ അറിയുന്നത് ഒരു ബിസിനസ്സാണ്, ആ ബിസിനസ് ചെയ്യാനല്ലാതെ വേറെ ഒന്നും എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അച്ഛൻ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് കാത്തിരിക്കുകയാണ് അച്ഛനെ. അച്ഛൻ വന്നിട്ട് വേണം ഇതൊക്കെ അങ്ങ് ചെയ്ത് തീർക്കാൻ എന്നൊക്കെ ഇങ്ങനെ അവൻ പറയാണ്. അപ്പോൾ ഈ ബെഞ്ചമിൻ അവനെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, നീ എന്തിനും ഭാഗ്യം ചെയ്ത യുവരാജാവല്ലേ, കാരണം നിൻ്റെ കയ്യിലേക്ക് വരുന്നത് കണിമംഗലം ഗ്രൂപ്പാണ്. അപ്പോൾ അത് വന്ന് കഴിഞ്ഞതിന് ശേഷം നീ നിൻ്റെ ജീവിതം അങ്ങ് അടിച്ചു പൊളിക്കുക എന്നൊക്കെ ഇങ്ങനെ അവനോടങ്ങ് പറയാണ്. മിക്കവാറും ഈ ബെഞ്ചമിൻ ആ കണിമംഗലത്തിൻ്റെ ആ ഗ്രൂപ്പിൻ്റെ സ്വത്തൊക്കെ തട്ടിയെടുത്ത് അങ്ങ് മുങ്ങാനുള്ള പ്ലാനാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഈ ഗൗതമനോടുള്ള മോട്ടിവേഷൻ അവന് കുറക്കുന്നില്ല, അവൻ നന്നായിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഗൗതമാണെങ്കിൽ അതിലങ്ങ് ഫ്ലാറ്റായി പോയിട്ടും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവരങ്ങ് ബായ് പറഞ്ഞങ്ങ് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ ശ്യാമ രാധികയുടെ ആ ഒരു മാലയിട്ട് വെച്ച അഖിൽ സാറിൻ്റെ ഫോട്ടോക്ക് മുന്നിൽ അങ്ങ് നിർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവരോട് ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ മോളെ ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തിരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ഇതാണ് നമ്മുടെ മോള്, അവളിപ്പോൾ എൻ്റെ അടുത്താണ് എന്നൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഈ അഖിൽ സാറിനോട് ഇവളെ മുന്നേ നിർത്തി അങ്ങ് സംസാരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം ഞാൻ അവസാനിപ്പിക്കാൻ വേണ്ടി വിചാരിച്ചതാണ്, എൻ്റെ മകൾ എന്നെ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് എൻ്റെ ജീവിതം ഞാൻ ഇവിടെ തീർന്നു എന്നൊക്കെ വിചാരിച്ചതാണ്. ഞാൻ ആ ഒരു അമ്പലത്തിൽ അവസാനമായിട്ട് ആ ഒരു കീർത്തനം പാടിക്കഴിഞ്ഞ് ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ നിൽക്കുന്ന ആ സമയത്താണ് ഞാൻ അമ്മ എന്നുള്ള അവളുടെ ആ ഒരു വിളി കേട്ടത്. ആ ഒരു വിളി കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ ജീവിതം എന്നോ അവസാനിച്ച് കഴിഞ്ഞിരുന്നു, ഈ ലോകത്തു നിന്ന് തന്നെ ഞാൻ വിട പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ മകളെ അങ്ങ് സ്നേഹിക്കാൻ പോവുകയാണ്. എൻ്റെ മകൾക്ക് എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ വിധി കാരണം എനിക്ക് നഷ്ടപ്പെട്ടു പോയ അഖിൽ സാറിനെ ഒരിക്കലും ഒന്ന് സ്നേഹിക്കാൻ പോലും കഴിയാത്ത നമ്മുടെ മകളെ ഇനി ഞാൻ അങ്ങ് സ്നേഹിക്കാൻ പോകുക ആണ് എന്നൊക്കെ ഇങ്ങനെ ശ്യാമ പറയുന്നിടത്ത് എന്തായാലും എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. അപ്പോൾ നാളത്തെ എപ്പിസോഡിൽ ഇനി ശ്യാമയും രാധികയും തമ്മിലുള്ള ആ ഒരു സ്നേഹമൊക്കെ നമുക്കങ്ങ് കാണാം. ഇനി കണിമംഗലത്ത് പോയിട്ട് കണിമംഗലത്തുകാർ ഇവരെക്കുറിച്ചുള്ള ചർച്ചകളും എല്ലാം നമുക്ക് ഇനി നാളത്തെ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, ബൈ ഓൾ.